Assalamu alaikum. Good morning to all. Welcome to Max class. We can start our class with dua for knowledge. Rabbi Yasir, Walatu Yasir, Watamim bil khair, Rabbi nasta'inu, Ya Fattahu, Rabbi Sidni ilma, Rabbi Sidni ilma, Rabbi Sidni ilma. How are you children? I hope all of you fine and safe at home. Have you had breakfast? Okay. So, shall we start the class? Okay. So today we are moving on the next chapter, chapter 14. Okay, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 14 ആണ്. ദാറ്റ് ഈസ് പെർസെൻറ്റേജ്. എന്താണ് പെർസെൻറ്റേജ്? ഓക്കെ, സോ പെർസെൻറ്റേജ് മീൻസ് വാട്ട് യു മീൻ ബൈ പെർസെൻറ്റേജ്? വിച്ച് മീൻസ് പെർസെൻറ്റേജ് മീൻസ് ഔട്ട് ഓഫ് 100 പാർട്സ്. എന്താണ് നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും നമ്മൾ പറയുന്നത് എത്രയിലാണ്? 100ലാണ് അല്ലേ? ഔട്ട് ഓഫ് 100. ഓക്കെ, സോ വെൻ എ ക്വാണ്ടിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കമ്പാരിസൺ ടു 100 ഈക്വൽ പാർട്സ് ഇറ്റ് ഈസ് കോൾഡ് എ പെർസെൻറ്റേജ്. എന്താണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റി, ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്രയിലാക്കി പറയുന്നു? 100, ഔട്ട് ഓഫ് 100ലാക്കി പറയുന്നു. ഓക്കെ, സോ 100 എത്ര എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? പെർസെൻറ്റേജ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർക്സ് തന്നെ ആയിരിക്കട്ടെ അല്ലേ? സോ മാർക്സ് നമ്മളിപ്പം നമ്മൾ ഔട്ട് ഓഫ് 100 എത്ര മാർക്സ് അല്ലേ? എത്ര മാർക്സ്? ഇപ്പോൾ 80 മാർക്സ്, 180 മാർക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ 80%. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താണ്? 80%. അതായത് നമുക്ക് 80% മാർക്ക് കിട്ടി. ഓക്കെ, ഇവിടെ മിസ് ഒരു സിമ്പിൾ ഇട്ടു അല്ലേ? പെർസെൻറ്റേജ്. സോ പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇത്. ഓക്കെ, സോ പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇത് പെർസെൻറ്റേജ്. ഓക്കെ, സോ ഈ ഒരു സൈൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുക? ആ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി 100ൽ ഔട്ട് ഓഫ് 100 എത്ര എന്നുള്ളതാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പം കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, സോ 85%. 85%നെ നമുക്ക് എങ്ങനെ എഴുതാം? 85/100. എപ്പോഴും ഡിനോമിനേറ്റർ, പെർസെൻറ്റേജിൻ്റെ ഡിനോമിനേറ്റർ എത്രയിലായിരിക്കും? 100 ആയിരിക്കും. എപ്പോഴും പെർസെൻറ്റേജിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 100. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഔട്ട് ഓഫ് 100 ആണ്. ഓക്കെ, 100ൽ എത്ര, ഒബ്ജക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളൊരു മീനിങ് ആണ് എന്ത് വരുന്നത്? പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 85% = 85/100. സോ എനിക്ക് ഇപ്പം മാത്സിൽ ഇപ്പം എന്താണ് നിങ്ങൾക്ക് 85% മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക മാത്സിൽ. സോ അതെന്താണ്? 100ൽ 85 മാർക്സ് ആണത്. ഓക്കെ, സോ ഔട്ട് ഓഫ് 100 യു ഗെറ്റ് 85. ഓക്കെ, സോ പ്രോബ്ലംസ് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ് us try 14.1. Convert the given percentages to fraction in their lowest form. Lowest form means എന്താണ്? simplest form. ഏറ്റവും ചെറിയ രൂപത്തിലോട്ട് മാറ്റുക. ഫസ്റ്റ് വൺ 8%. Okay, 8%. 8% we can write 8/100. സോ 8%നെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 8/100. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുക. 8നെ 100 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ അല്ലെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ 8നെ നമുക്ക് എന്താണ് കട്ട് ചെയ്യുക അല്ലേ? ഏത് നമ്പർ കൊണ്ട് കട്ട് ചെയ്യാം? 4 കൊണ്ട് കട്ട് ചെയ്യാം. ഓക്കെ, സോ 25. സോ വി ഗെറ്റ് 2/25. എന്താണ്? 8% we can write 8/100. സോ വിച്ച് ഈസ് ഇക്വൽ ടു 2/25. ഏറ്റവും ലോവസ്റ്റ് ഫോമിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബി 25%. ഓക്കെ, 25% മീൻസ് എങ്ങനെയാണ് 25%നെ എഴുതുന്നത്? 25/100. 25/100. ഓക്കെ, സോ ഇതിനെ ഇന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. 25/100 എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സോ നമുക്ക് കട്ട് ചെയ്യാം. വിച്ച് നമ്പർ? 4 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? സോ വി ഗെറ്റ് 1/4.
Okay, next one. See, 30%. So 30% we can write 30 by 100. 30% എന്താണ്? Out of 100, 30. Okay, so 30 by 100. So ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? എത്രയല്ല നമുക്ക് ലോവസ്റ്റ് ഫോം എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? ഈ 0 കട്ട് ചെയ്യാം അല്ലേ? സോ 3 by 10. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺവേർട്ട് ദ ഗിവൺ പെർസെൻറ്റേജ് ടു ഡെസിമൽ. ഇനി ഈ തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ നമ്മൾ ഡെസിമൽ പ്ലേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ഫസ്റ്റ് 2%. Okay, 2%. So 2% we can write 2 by 100, isn't it? 2% എങ്ങനെ എഴുതാം? 2 by 100 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിനെ ഡെസിമൽ പ്ലേസിലോട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? നോക്കിക്കേ, ഈ 2 zeros ഇല്ലേ? 2 zeros ആകുമ്പോൾ മുകളിൽ എത്ര പ്ലേസ് മാറ്റി പോയിന്റ് ചെയ്യണം? 2 പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് ചെയ്യണം. ഓൾറെഡി 2 is the first place ആൻഡ് നമുക്ക് പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 0 എഴുതാം. സോ 0.02. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഈ 2 by 100നെ നമ്മൾ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബി 13%. So 13% we can write 13 by 100, isn't it? 13%നെ നമുക്ക് എങ്ങനെ എഴുതാം? 13 by 100. സോ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ പ്ലേസിലോട്ട് മാറ്റുന്നത്? 13 അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് എത്ര പ്ലേസ് മാറ്റണം? എത്ര സീറോസ് ഉണ്ട്? 2 zeros. So 2 പ്ലേസ് മാറ്റിയിട്ട് പോയിന്റ് ചെയ്യുക. 1, 2. ഓക്കെ, 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 ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മൾ ഇതെന്താണ്? ഈ പെർസെൻറ്റേജിനെ ഡെസിമൽസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ് 2 പ്രോബ്ലംസ് മാത്രം ചെയ്തത്. മിസ് ചെയ്യാത്ത പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക? റഫിൽ നിങ്ങൾ ചെയ്യുന്ന റഫ് ബുക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് ദ തേർഡ് വൺ എന്താ? കൺവേർട്ട് ദ ഗിവൺ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ. എന്താണ് അടുത്തത്? ഫ്രാക്ഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, തേർഡ് വൺ, 2 by 5%. So 2 by 5 is the mixed fraction. First we have to convert the mixed fraction into improper fraction. എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ വി ഗെറ്റ് 12 by 5%. ഓക്കെ, 12 by 5%. ഇനി ഇതിൻ്റെ ഫൈൻഡ് ചെയ്യുന്ന ഇതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കിക്കേ. സോ 12 by 5നെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയാമോ? 12 by 5 into 100 എഴുതാം. കാരണം എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്ററിലാണ് എപ്പോഴും എന്ത് എഴുതുന്നത്? 100 എഴുതുന്നത്. ഓക്കെ, സോ ഈ 5 എവിടെയാണ് നിൽക്കുന്നത്? ഡിനോമിനേറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ 5ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇനി ഇത് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നറിയാമോ? 3 by 125, ദാറ്റ് ഇസ് 0.024. ഓക്കെ, മിസ് എന്താ പറഞ്ഞത്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷനിലൂടെ എന്ത് ചെയ്യുക? ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദ മിക്സഡ് ഫ്രാക്ഷൻ ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ദാറ്റ് ഇസ് 2 by 5 വിച്ച് ഇസ് ഈക്വൽ ടു 12 by 5. ഓക്കെ, സോ ഈ 12 by 5 മീൻസ് എന്താണ്? 12 by 5% മീൻസ് എപ്പോഴും ഡിനോമിനേറ്ററിലായിരിക്കണം എന്ത് എഴുതാൻ? 100 എഴുതാൻ. ഓക്കെ, സോ ഇവിടെ ഡിനോമിനേറ്ററിൽ ഏതാണുള്ളത്? 5 ആണുള്ളത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 100 മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ 0.024. ഓക്കെ, so next one, B 1 3 by 4%. എന്താണ്? 1 3 by 4%. First we have to convert the mixed fraction into improper fraction. ഇതിനെ എന്ത് ചെയ്യുക? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. which is 1 3 by 4% is equal to 7
7/4%. 7/4%. ഓക്കെ, സോ ഇനി ഇതിനെ എന്ത് ചെയ്യുക? 7 ന്യൂമറേറ്ററിൽ എഴുതുക. ദെൻ എപ്പോഴും പെർസെൻറ്റേജിൽ വരുന്ന 100 ആണ്. സോ എപ്പോഴും ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 100 ആയിരിക്കണം. ഇവിടെ 100 മാത്രമേ ഉള്ളൂ ഡിനോമിനേറ്റർ അല്ല, 4 × 100. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേന് 0.0175. ഓക്കെ, is it clear? Okay. So next we are going to study express a fraction as a percentage. Express a fraction as a percentage. Okay, express a fraction as a percentage. Okay, നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫ്രാക്ഷൻ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ എന്ത് ചെയ്യുക? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. എപ്പോഴും പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ തന്നാൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ മിസ് പറഞ്ഞത്? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ, തന്നിരിക്കുന്ന നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 104. പേജ് നമ്പർ 104. Let us try 14.2. Okay, let us try 14.2. Okay, first one, express the fraction in a percentage. തന്നിരിക്കുന്ന കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഫ്രാക്ഷനെ എന്ത് ചെയ്യുക? നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സോ ലിസൺ കെയർഫുള്ളി. So 2/4 is converted into percentage. 2/4 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി മൾട്ടിപ്ലൈഡ് 100 by the fraction. Okay, so we get 50. ഓക്കെ, സോ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ആണ് കിട്ടുന്നത്. പക്ഷേ എന്താണ് നമ്മൾ ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്തേക്കുന്നത്? പെർസെൻറ്റേജിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ വി യൂസ് ദ സിമ്പിൾ പെർസെൻറ്റേജ്. വി പുട്ട് ദ സിമ്പിൾ. സോ എന്താണ് ക്വസ്റ്റ്യൻ? 2/4 എന്ന് പറയുന്ന ഫ്രാക്ഷനിലെ നമ്മൾ എന്ത് ചെയ്യുക? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഫ്രാക്ഷനെ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജിൽ കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 50 കിട്ടും. 50%. നമ്മൾ പെർസെൻറ്റേജിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. വി പുട്ട് ദ സൈൻ. ഓക്കെ, വി പുട്ട് ദ സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, 1/8. സോ എന്താണ് ചെയ്യേണ്ടത്? 1/8 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 1/8 × 100. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേന് 12.5 ആണ് കിട്ടുന്നത്. സോ 12.5%. എന്നിട്ട് എന്ത് ചെയ്യുക? പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, 1/10. ഓക്കെ, 1/10നെ നമ്മൾ എന്ത് ചെയ്യാണ്? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഇസ് 1/10 × 100. സോ വി ഗെറ്റ് 10%. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കൺവേർട്ട് എ ഫ്രാക്ഷൻസ് ഇൻ എ പെർസെൻറ്റേജ് to percentage. Okay, so I hope all of you understand. So let's wind up the class. Assalamu alaikum.